Good afternoon. Good afternoon, ma'am. Good afternoon. Okay. Transfer of patients ആണ് എടുത്തോണ്ടിരുന്നത്. ഈ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ പ്രിപ്പറേഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, ഇതിലെ ബ്രീത്തിങ് പറഞ്ഞു. ഏതൊക്കെ ചെക്ക് ലിസ്റ്റ് ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? അതിൽ ഏതൊക്കെ ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? എയർവേ ചെക്ക് ചെയ്യണം, ബ്രീത്തിങ് നോക്കണം, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? സർക്കുലേഷൻ. Okay, the patient should have at least 2 wide-bore interventions. Chapter 12, transfer of patients. Circulation. The patient should have at least 2 wide-bore intervents, working cannulas in place before shifting. എന്താണ്? പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ 2 കാനുലാസ് കണക്ട് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. എന്ത് കാനുലാസ് ആണ്? ഐ വി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഐ വി എന്താണ്? ഇന്റർവെൻസ്. ഐ വി എന്താണ്? നമ്മള് കാനുല ഉപയോഗിച്ചിട്ട് ചെയ്യാറില്ലേ പേഷ്യൻസിനെ? കാനുല ചെയ്യുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കാനുല കണക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഇഞ്ചക്ഷൻ പർപ്പസിന് അല്ലേ? മരുന്ന് ഡ്രഗ്സ് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ട്, ട്രിപ്പ് കടത്തുന്നതിന് വേണ്ടിയിട്ട്. ഐ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ആണ് അല്ലേ? ഡിഹൈഡ്രേഷൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Liquids that are injected to in a vein to prevent dehydration. ഒന്ന് ഡീഹൈഡ്രേഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, ട്രിപ്പ് ഇടുന്നതിന് വേണ്ടിയും. നെക്സ്റ്റ് കാനുല, 2 കാനുലാസ് പറയുന്നത്. രണ്ടാമത്തെ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റ് മരുന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് 2 കാനുലാസ് ട്രാൻസ്ഫർ പേഷ്യൻസിന്റെ കൈകളില് 2 കാനുലാസുകൾ ഉണ്ടാക്കുന്നത്. ആഡിക്വലി മോണിറ്റർ എക്സ്റ്റേണൽ ഹെമറേജ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എക്സ്റ്റേണൽ ഹെമറേജ് ഉണ്ടാവുന്ന സമയത്ത്? അതായത് ബാഹ്യ രക്തസ്രാവം അല്ലെ? ബാഹ്യ രക്തസ്രാവം ഉണ്ടാവുന്ന സമയത്താണ്. ഇഫ് ഷുഡ് ബി റെഗുലേറ്റഡ് കൺട്രോൾ. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് and any shock should be treated with intravenous fluids and vasopressors. എന്താണ്? എക്സ്റ്റേണൽ ബാഹ്യ രക്തസ്രാവം പേഷ്യൻസിന് ഉണ്ടാവുന്ന സമയത്ത് ഇൻട്രാവെൻസ് ഫ്ലൂയിഡ്സ് ഉള്ള, ഇൻട്രാവെൻസ് എന്ന് വെച്ചാൽ ഐ വി, ട്രിപ്പ് കയറ്റുകയോ, അതുപോലെ തന്നെ എന്താണ്? വാസോപ്രസസ് എന്താണ്? അതൊരു ഡ്രഗ് ആണ്, മരുന്നാണ് അല്ലെ? എന്തിനു വേണ്ടിയാണ് വാസോപ്രസസ് ഉപയോഗിക്കുന്നത്? വാസോപ്രസസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? അതായത് ബ്ലഡ് പ്രഷർ കുറഞ്ഞവരില് അല്ലെ, BP കുറഞ്ഞവരില് എന്താണ്? രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ ഇടുങ്ങിയതാവുകയോ ചെയ്യുന്നതിനായി. രക്തക്കുഴൽ BP കുറവുള്ള പേഷ്യൻസിൽ എന്താണ്? രക്തക്കുഴലുകൾ ചുരുങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് വാസോപ്രസസ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്, ഡ്രഗ് ആണ് കേട്ടോ, അത് ഉപയോഗിക്കുന്നത്. അതായത് ഒരുപാട് രക്തം പോകുന്ന സമയത്ത്, എക്സ്റ്റേണൽ ഹെമറേജസ് ഉണ്ടാവുന്ന സമയത്താണ് ഇത്തരത്തില് ഇൻട്രാവെൻസ് ഫ്ലൂയിഡുകളും വാസോപ്രസസും ഉപയോഗിക്കുന്നത്.
കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളതായി ലോ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, രക്തക്കുഴലുകൾ ഇടുങ്ങിയോ ചുരുങ്ങിയതാവുന്ന സമയത്താണ് അത്തരത്തില് വാസോപ്രസേഴ്സ് ഉപയോഗിക്കുന്നത്. The availability of cross-matched blood may be needed in the course of transport. ഇനി പേഷ്യന്റിന് ഇത്തരം രക്തസ്രാവങ്ങൾ ഉണ്ടായ സമയത്ത്, എക്സ്റ്റേണൽ ബ്ലീഡിങ്ങൾ ഉണ്ടായ സമയത്ത് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് പേഷ്യൻസിന് ആവശ്യമായി വന്നേക്കാം. ക്രോസ് മാച്ച്ഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേഷ്യന്റിന്റെ രക്ത ഗ്രൂപ്പിനോട് യോജിക്കുന്ന രക്തഗ്രൂപ്പ് അല്ലെ. ക്രോസ് മാച്ച്ഡ് ബ്ലഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുണ്ടോ? ബ്ലഡ് ഗ്രൂപ്പുകൾ പഠിച്ചിട്ടുള്ളതല്ലേ? യെസ്. ഓക്കെ, അപ്പോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് മാച്ച് ചെയ്യുന്ന ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായി വന്നേക്കാം. എന്താണ് പറയുന്നത്? സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 2 വൈഡ് ഡോർ ഇന്റർവെൻസ് വർക്കിംഗ് കാനുലാസ് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമില് പേഷ്യന്റിന്റെ കയ്യിലുണ്ടായിരിക്കണം. രോഗിയെ ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് കുറഞ്ഞത് 2 വൈബ്രോൺ ഇൻട്രാവെൻസ്, അതായത് മരുന്ന് സ്വീകരിക്കുന്ന 2 കാനുലാസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? എക്സ്റ്റേണൽ ഹെമറേജ്, ഇനി ബാഹ്യ രക്തസ്രാവം ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ IPO അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് ആയിരിക്കും അവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. പോകുന്ന സമയത്ത് പേഷ്യൻസിന് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ആവശ്യമായി വന്നേക്കാം. അതായത് ഒരുപാട് രക്തം പോയതിനാല് ആൾക്ക് ചിലപ്പോ പിന്നീട് എന്താണ് ബ്ലഡ് ആവശ്യമായി വന്നേക്കാം. അപ്പോ മാച്ച് ആയിട്ടുള്ള ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരിക്കണം. എപ്പോ വേണമെങ്കിലും ആ ബ്ലഡ് ആവശ്യമായി വന്നേക്കാം. അപ്പോ ഏത് രക്തഗ്രൂപ്പാണോ അതുമായി മാച്ച് ചെയ്യുന്ന ബ്ലഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. സർക്കുലേഷൻ. അപ്പൊ അത്തരം കാര്യങ്ങൾ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. Patients with head injury should have their Glasgow Coma Scale adequately monitored and recorded in document before and the course of transfer and before the administration of any sedative or paralytic agent. എന്താണ് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ? പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതാണ് അല്ലെ. അതായത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? ഹെഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, തലയ്ക്ക് സാരമായ പരിക്കേറ്റ പേഷ്യൻസ്, ഹെഡ് ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് സ്കെയിൽ ഉപയോഗിക്കുന്നത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിക്കുന്നത്. പേഷ്യൻസിന്റെ കോൺഷ്യസ് ലെവൽ, പേഷ്യൻസ് കോൺഷ്യസ് ആണോ, കൊടുക്കുന്ന കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് എന്ത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. പേഷ്യന്റിന്റെ കോൺഷ്യസ്നെസ് ലെവൽ ചെക്ക് ചെയ്യുന്ന സ്കെയിലാണ് എന്ത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. Is a tool to measure patient's level of consciousness and how they respond to basic instructions. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അത്തരത്തിൽ ഹെഡ് ഇഞ്ചുറി ആയിട്ടുള്ള പേഷ്യൻസുകളെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നോ ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. അതൊരു മെഡിക്കൽ ടൂളാണ് എന്ത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? ഹെഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അവരുടെ കോൺഷ്യസ് ലെവല് ചെക്ക് ചെയ്യുന്നത്. Then before and in the course of transfer and before administration of any sedative or paralytic agent. ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സെഡേറ്റീവോ അല്ലെങ്കിൽ പാരലറ്റിക് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഉറക്കുമരുന്നുകളൊക്കെ അല്ലെ, സെഡേറ്റീവ് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ ഒരു ഡോക്യുമെന്റില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം.
അതായത് ഹെഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ മാറ്റുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സെഡേറ്റീവ് മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവരുടെ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, എന്താണ് പേഷ്യൻസ് ഹെഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്കോ കോമ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉറക്കമരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് സെഡേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആണ് ന്യൂറോളജിക്കൽ പേഷ്യന്റിന്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. Then the patient should be protected from cold by providing suitable blankets apart from above pre-transfer checklist. ഈ ചെക്ക്ലിസ്റ്റില് മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് പേഷ്യന്റിനെ മറ്റ് കവർ കൊണ്ടുപോകുന്ന സമയത്ത് ആളെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തണുപ്പോ കോൾഡൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ആളെ സൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകളും ക്ലോത്ത്സുകളും ഉപയോഗിച്ചിട്ടായിരിക്കണം ആളെ പേഷ്യന്റിനെ എന്താണ് കവർ ചെയ്തിട്ട് വേണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റിൽ ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ദെൻ ഓൺ ദ ഡേ ഓഫ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേ എല്ലാ ഇൻവെസ്റ്റിഗേഷനും പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, പേഷ്യന്റിന്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കൊണ്ടുപോകുന്ന ടൈമില് പേഷ്യന്റിന്റെ അന്നത്തെ ആ ഒരു പ്രസന്റ് കണ്ടീഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എല്ലാ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞിട്ട് മാത്രമേ പേഷ്യന്റിനെ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, ഓക്കെ. നമ്മൾ പറഞ്ഞത് എന്താണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ പ്രിപ്പറേഷൻ ആണ് അല്ലെ. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ഏത് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയാണ് ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലാൻഡ് ആണോ, എയർ ആണോ, വാട്ടർ ആണോ, ഏത് മോഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. മോഡ് ഓഫ് ട്രാൻസ്ഫർ. The two most commonly employed method of transfer of patients are ground support by including ambulance and mobile intensive care units, and air transport including helicopter or aeroplane ambulances. The two most commonly employed method, രണ്ട് methods എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആർ ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെ. ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബൈ റോഡ് അല്ലെ, റോഡ് മാർഗമുള്ള ട്രാൻസ്ഫറിങ്. എന്തൊക്കെയാണ്? ആംബുലൻസും മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകളാണ് ഗ്രൗണ്ട് സപ്പോർട്ട്, അതായത് റോഡ് മാർഗമുള്ള ട്രാൻസ്ഫറിങ്. ഇനി എയർ മാർഗമാണെങ്കിലോ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിങ് ഹെലികോപ്റ്ററോ എയറോപ്ലെയിൻ ആംബുലൻസസ്. ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച്. ഇനി വാട്ടറിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോട്ട്സുകളും ഷിപ്സുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് പറയുന്നത്. ഒന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും രണ്ടാമത്തെ എന്താണ് എയർ ട്രാൻസ്പോർട്ടും. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് ഇവിടെ അതിന് മുമ്പ് എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്? കേട്ടിട്ടുണ്ടോ? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്? മൊബൈൽ ഇൻഫർമേഷൻ യൂണിറ്റ് എന്താണ്? പോർട്ടബിൾ യൂണിറ്റ് ആണ്. എ പോർട്ടബിൾ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. എ പോർട്ടബിൾ യൂണിറ്റ് that provide advanced life support and intensive care for patients during transportation. A portable unit that provide advanced life support
and intensive care for patients during transportation. An intensive care for patient during transportation. എന്താണ് MCYS എന്നല്ല കേട്ടോ, MCUS എന്നാണ്. അവിടെ നിന്ന് തിരുത്തന്നെ, YS അല്ല, US ആണ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെ. ഹൈ ഫെസിലിറ്റീസ് ഉള്ള, ഹൈ എക്യുപ്പേർഡ് ആയിട്ടുള്ള ഒരു എന്താണ് ആംബുലൻസ് ആണ് എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ് ഒക്കെ എല്ലാം തന്നെ, എല്ലാ ഫെസിലിറ്റീസ് അടങ്ങിയ ആംബുലൻസ് ആയിരിക്കും എന്താ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a portable unit that provide advanced life support and intensive care for patients during transportation. Okay. Then ground transport. പേഷ്യന്റിനെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് വഴി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് പേഷ്യന്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്? Different types of ambulance are used in this mode of transport of patient. നമ്മൾ ആംബുലൻസിൽ പഠിച്ചതാണ് അല്ലെ. ആംബുലൻസ് സർവീസസില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിവിധ പല തരത്തിലുള്ള പല പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആംബുലൻസ് ടൈപ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്ന ഏതാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമ്മൾ പഠിച്ചതല്ലേ. എന്താണ് അതിന്റെ പ്രത്യേകത? only provide basic life support services. എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? condition with adequate staff and monitoring device to shift the patient without life threatening conditions, and these can only provide basic life support services. എന്താണ് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് അല്ലെ. ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ്? BP ചെക്ക് ചെയ്യുന്നതും ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുന്നതും മറ്റ് വൈറ്റൽ സൈൻസ് ഒക്കെ മോണിറ്ററിംഗ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളായിരിക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അതായത് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരിക്കും, മറ്റൊരു സ്റ്റാഫ് ഉണ്ടായിരിക്കും, അഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ഓൺലി പ്രൊവൈഡ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സൗകര്യത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് ആ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലായിരിക്കും ആളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി അഡ്വാൻസ് കെയർ കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്ത് വേണ്ടി വരും? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് വേണ്ടി വരും അല്ലെ. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നമ്മള് പറഞ്ഞത് എന്തിനായിരുന്നു? കാർഡിയാക് ആംബുലൻസ് ആയിരുന്നു അല്ലെ. കാർഡിയാക് ആംബുലൻസിലും കാർഡിയാക് കെയറിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ത്? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസസ്. These ambulances can provide modern life support services like endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluid or vasopressors. These are adequately staffed and made ready for shifting patients with the life-threatening conditions. എന്താണ് പേഷ്യൻസിന്റെ നില ഗുരുതരമാവുന്ന അവസ്ഥയിൽ അല്ലെ, ജീവൻ അപകടകരമാവുന്ന സിറ്റുവേഷൻസിലാണ് എന്ത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ ആവശ്യമായി വരുന്നത്. ഓക്കെ, അപ്പോ കാർഡിയാക് മോണിറ്ററിങ്ങിനും മറ്റ് എന്താണ് ഹൃദയം നിന്നുപോയാൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, ഡെഫിബ്രിലേഷൻസ് അല്ലെ, അതൊക്കെ അടങ്ങിയിട്ടുള്ള വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഡിവൈസസുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, then MICU, Medical Intensive Care Unit, Medical Intensive Care Unit, MICU. These are specialized vehicles with all equipment and staff to transfer patients who are critically ill and are usually used in combination with the specialist retrieval teams in a few developed countries. എന്താണ് MICU എന്ന് പറഞ്ഞാല്?
മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് വിത്ത് ഓൾ ദ എക്യുപ്മെന്റ് ആൻഡ് സ്റ്റാഫ് ട്രാൻസ്ഫർ പേഷ്യന്റ് ടു ആർ ക്രിട്ടിക്കലി അല്ലെ, ക്രിട്ടിക്കൽ ഇൽ കണ്ടീഷൻസിനുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് എന്ത് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ പ്രവർത്തിക്കുന്നത്. ആംബുലൻസ് സർവീസസ് ആണ് കേട്ടോ അത്. ഓക്കെ, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് എന്ത്, വാഹനമാണ് എന്ത് MICU. And are usually used in a combination of with specialist retrieval train in a few developed countries. ഇനി മറ്റു വികസിത രാജ്യങ്ങളിലൊക്കെ എന്താണ്, അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ടീം ഉണ്ടായിരിക്കും, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ടീം ആയിരിക്കും MICUവിന്റെ അകത്ത് ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് MICU? സ്പെഷ്യലൈസ്ഡ് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനാണ്, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനാണ് MICU വെഹിക്കിള് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആണ്. റോഡ് മുഖേന പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനങ്ങളാണ് എന്ത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. അതിൽ ഏതൊക്കെയാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള ഏത് ടൈപ്പിലുള്ള ആംബുലൻസ് ആണെന്ന് തിരഞ്ഞെടുക്കുന്നത്. ഇതില് ഫസ്റ്റ് വരുന്നത് എന്താണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അല്ലെ. ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ദെൻ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഇതിനു വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എൻഡോട്രക്കൽ ഇൻറ്റുബേഷൻസിനും കാർഡിയാക് മോണിറ്ററിങ്ങിനും ഡെഫിബ്രിലേഷനും ഒക്കെ അല്ലെ. കാർഡിയാക്കിന് എസ്പെഷ്യലി കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, MIC എന്താണ്, സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ആണ്, അഡ്വാൻസ് എക്യുപ്മെന്റ്സും ഡിവൈസസുകളുള്ള ഒരു വെഹിക്കിൾ ആണ് എന്ത് MIC മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് MICU വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എയർ ട്രാൻസ്പോർട്ട്. നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് പറഞ്ഞു, ഇനി എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും ആവശ്യമായി വരുന്നത്? The use of air transport has been increased in the developed countries because of advantage of swift transport, including specialized medical care. അല്ലെ, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എന്താണ്, ഇൻസ്റ്റന്റ് ആയിട്ട് മെഡിക്കൽ കെയർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്സുകൾ ഉപയോഗിക്കുന്നത്. There has been an improved prognosis of patients with trauma. ഇനി എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് എയർ ട്രാൻസ്പോർട്ട് ആവശ്യമായി വരുന്നത്? ഇതൊക്കെയാണ് പേഷ്യൻസ് വിത്ത് ട്രോമ അല്ലെ. ട്രോമ പേഷ്യൻസും അതുപോലെ തന്നെ എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ്. എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ്? ഇതൊരു മെഡിക്കലി ടേംഡ് എന്താണ്, ഹാർട്ട് അറ്റാക്കിനെയാണ് എന്ത് പറയുന്നത്, കാർഡിയാക് അറസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ഹാർട്ട് അറ്റാക്ക് ടെക്നിക്കലി ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് എന്ത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പൊ ട്രോമ പേഷ്യൻസും അതുപോലെ തന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അല്ലെ. അത്തരം പേഷ്യൻസിനാണ് പ്രധാനമായും പേഷ്യൻസിനെയാണ് എയർ ട്രാൻസ്പോർട്ട് മുഖേന ട്രാൻസ്ഫർ ചെയ്യുന്നത്. റാപ്പിഡ് പ്രൊവിഷൻ ഓഫ് സൂട്ടബിൾ മെഡിക്കൽ കെയർ ബൈ ദ യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ സൂട്ടബിൾ ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ എയർ മുഖാന്തരം അല്ലെ, ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ എയറോപ്ലെയിനോ മുഖാന്തരം പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് എയർ ട്രാൻസ്പോർട്ട് ആവശ്യമായി വരുന്നത്? പേഷ്യൻസ് വിത്ത് ട്രോമ അല്ലെ. ട്രോമ പേഷ്യൻസിന് കഠിനമായ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ്, അതുപോലെ തന്നെ എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് അല്ലെ, ഹൃദയസ്പന്ദന ഹാർട്ട് അറ്റാക്ക് മുഖേനയുള്ള പേഷ്യൻസ്, സ്ട്രോക്ക് വന്ന പക്ഷാഘാതം വന്ന പേഷ്യൻസ്. ഇത്തരം പേഷ്യൻസിനാണ് പ്രധാനമായും എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായി വരുന്നത്. ഇനി
The patients who are more likely to get benefit from air transport. ഇനി ആർക്കൊക്കെയാണ്, ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എയർ ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് ആവശ്യമായി വരുന്നത്? ഏതൊക്കെ പേഷ്യൻസിനാണ്? Patients with severe trauma and penetrating chest injuries, multi-system injuries, crush injuries, or patients with unstable vital signs. Okay, ഏതൊക്കെ പേഷ്യൻസിനാണ് എയർ സൗകര്യം ആവശ്യമായി വരുന്നത്? എയർ ട്രാൻസ്പോർട്ട്. Patients with trauma and penetrating chest injuries. എന്താണ് penetrating chest injuries എന്ന് പറഞ്ഞാല്? നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന, അല്ലെ, നെഞ്ചിന്റെ അകത്തേക്ക് തുളച്ചു കയറുന്ന ഇഞ്ചുറീസ്, ആഴത്തിലുള്ള മുറിവുകള്, അല്ലെ, അതെന്തിന്റെയൊക്കെ മുറിവുകളാകാം? ഗൺഷൂട്ട്, അല്ലെ, തോക്കിൽ നിന്ന് വെടിയുണ്ടതാകാം. അതുപോലെ തന്നെ എന്താണ്, ഏതെങ്കിലും അതർ ടൂൾസുകൾ ഉപയോഗിച്ച്, അല്ലെ, വലിയ ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് കുത്തിനുറുക്കിയതാകാം, അല്ലെ. ക്രിമിനൽ കേസസ് ഒക്കെ വരുന്ന സമയത്ത് കണ്ടിട്ടില്ലേ നമ്മള്? ഗൺഷൂട്ടിന്റെ കാര്യം ആലോചിച്ചാൽ മതി. തോക്ക് കൊണ്ട് ഒരാൾ വെടിവെച്ചാൽ എത്തരത്തിലുള്ള ഒരു ആഘാതമായിരിക്കും ഉണ്ടായിരിക്കുമോ? അത്തരത്തിലുള്ള ഇഞ്ചുറീസ് ആണ് എന്ത്? പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഗൺഷൂട്ട് ആൻഡ് അതർ ഷാർപ്പ് ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള മുറിവുകളൊക്കെ. നെഞ്ചിനകത്തേക്ക് തുളഞ്ഞു കയറുന്ന, കേട്ടോ, പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്. അങ്ങനെയുള്ള പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനും എത്രയും പെട്ടെന്ന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിനും എയർ ട്രാൻസ്പോർട്ട് ആവശ്യമായി വരാം. അതുപോലെ എന്താണ്, നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്. മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്താണ്? To the body that affected more than one body system. More than one body system എന്ന് പറഞ്ഞാൽ എന്താ? More than one body system. More than one body system എന്താണ്? ഒന്നിൽ കൂടുതൽ മൾട്ടി സിസ്റ്റമിൽ, ഒന്നിൽ കൂടുതൽ അവയവങ്ങളില് ഇഞ്ചുറീസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആളെ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് തന്നെ ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആവശ്യമായി വരുന്ന സിറ്റുവേഷൻസുകൾ. ക്രഷ് ഇഞ്ചുറീസ്. ക്രഷ് ഇഞ്ചുറീസ് എന്താണ്? ഏതെങ്കിലും അമിതമായ ഭാരമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ എന്താണ്, ഭാരമുള്ള വസ്തുക്കള് വീണ് ശരീരത്തില് കഠിനമായ ചതവോ എല്ലുകളിലൊക്കെ അല്ലെങ്കിൽ എന്താണ് പരിക്കുകൾ ഏൽക്കുന്നൊരവസ്ഥ, ഒടിവ്, ചതവ്, നാഡികൾക്ക് പറ്റുന്ന പരിക്കുകൾ, നെർവസ് സിസ്റ്റത്തിന് പറ്റുന്ന പരിക്കുകളൊക്കെ തന്നെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ക്രഷ് ഇഞ്ചുറീസിൽ ഉൾപ്പെടുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കഠിനമായ ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആഘാതം സംഭവിക്കുന്ന സമയത്ത് ഒടിവോ ചതവോ ഉണ്ടാകുന്ന ആ ഒരു സയൻസ് നമുക്ക് കാണാൻ പറ്റും അതിന്റെ. അതായത് ആളുടെ കാല് ചതഞ്ഞരഞ്ഞിരിക്കുന്നതിന്റെ അതാണ് എന്താ സൂചിപ്പിക്കുന്നത്? അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞില്ലേ? അതായത് സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ, ചതവിന്റെയോ ഒടിവിന്റെയോ അടയാളങ്ങൾ. അതായത് ഫുള്ളായിട്ട് അമിതമായ വസ്തുക്കള് ശരീരത്തിൽ വീണ ആളുടെ എന്താണ് ആ ബോഡി. അതിന്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ക്രഷ് ഇഞ്ചുറീസിന്റെ പിക്ചേഴ്സ് കാണാം. ഓക്കെ, നോക്കിയാൽ മതി. അത്തരത്തിലുള്ള പേഷ്യൻസിൽ എന്താണ്, ശരീരത്തിൽ തന്നെ നമ്മൾക്ക് ആളുടെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് വൈറ്റൽ സയൻസുകൾ കാണാൻ പറ്റും, അല്ലെ, അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് എമർജൻസി കെയറിൽ എന്താണ് എയർ ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യമായി വന്നേക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ പേഷ്യൻസ് ആണ്? പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, നെഞ്ചിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ സംഭവിച്ച പേഷ്യൻസ്, തുളച്ചു കയറിയ മുറിവുകൾ സംഭവിച്ച പേഷ്യൻസ്. അതുപോലെ എന്താണ് മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, ഒന്നിൽ കൂടുതൽ ഓർഗൻസിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് എന്താണ് ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസ്. അതുപോലെ ക്രഷ് ഇഞ്ചുറീസ്, ചതവോ ഒടിവോ പറ്റിയ പേഷ്യൻസുകള്. ആൻഡ് അതിൽ തന്നെ എന്താണ് പ്രധാനമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ, വൈറ്റൽ സയൻസുകൾ ശരീരത്തിൽ കാണിക്കുന്ന പേഷ്യൻസ്. ക്രഷ് ഇഞ്ചുറീസ് മൂലം എന്താണ് ചതവോ ഒടിവോ ഒക്കെ കാണിക്കുന്ന പേഷ്യൻസ്. അത്തരം പേഷ്യൻസിനാണ് എന്ത് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ് പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് റീവാസ്കുലറൈസേഷൻ. പേഷ്യന്റ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. എന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞാല്? നോട്ട് ചെയ്തോളൂ. ഇൻ എ ടേം ഡിസ്ക്രൈബ്ഡ് a range of condition
in a term described a range of conditions related to in a term that describes a range of conditions related to sudden reduced blood flow to the heart in a term that describes a range of conditions related to sudden reduced blood flow to the heart. Sudden reduced blood flow to the heart. അതായത് നമ്മുടെ ഹൃദയധമനികളെ രക്തയോട്ടം കുറയുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? ഹൃദയത്തിന്റെ പേശികളെ പ്രവർത്തിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ആണ് എന്ത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഹൃദയധമനികളിൽ രക്തയോട്ടം കുറയുകയും ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും നമ്മുടെ ഹൃദയപേശികളൊന്നും എന്താണ് ശരിയായി പ്രവർത്തിക്കാൻ വരാതെ കഴിയുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോ ആൾക്ക് എന്തായാലും ചെസ്റ്റ് പെയിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയിരിക്കും ആ പേഷ്യൻസിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് ചെയ്യുന്നത്? സർജറി ആണ് അല്ലെ, അവരുടെ റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട്. റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്താണ്? സർജറീസ് അല്ലെ, പ്രധാനമായും ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി സർജറീസ് ഉപയോഗിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള പേഷ്യൻസിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള് ശരിയായ രീതിയിൽ മാറ്റുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഉള്ള പേഷ്യൻസ്. അതായത് നമ്മുടെ ഹൃദയധമനികളിലെ രക്തയോട്ടം കുറയുന്ന സമയത്ത് ഹൃദയപേശികൾക്ക് എന്താണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഹൃദയപേശികൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയാതെ വരുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തൊരു സമയത്ത് അല്ലെ. അപ്പോ എന്താണ് അത്തരത്തിലുള്ള സിറ്റുവേഷനിനെ റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ ഉപയോഗിച്ച്, അതായത് സർജറീസ് എന്താണ്? ഒന്നെങ്കിൽ ബൈപ്പാസോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി സർജറീസ് ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിനെ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അത്തരത്തിലുള്ള സർജറി ഉപയോഗിച്ചിട്ടാണ് ആ ബ്ലോക്ക് മാറ്റുന്നത്. ഓക്കെ, അതായത് ബ്ലോക്ക് സംഭവിച്ച ഒരു ഭാഗം, ഹൃദയത്തിൽ ബ്ലോക്ക് സംഭവിച്ച ഒരു ഭാഗം എന്താണ്? ഇത്തരത്തിലുള്ള ഏതെങ്കിലും സർജറീസ് ഉപയോഗിച്ചിട്ട് ആ ബ്ലോക്ക് മാറ്റിയിട്ടാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം അവിടെ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നത്. ഓക്കെ, അതാണ് റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്താണ്? സർജറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ശസ്ത്രക്രിയനെയാണ് അവിടെ പറയുന്നത്. എങ്ങനെയുള്ള സിറ്റുവേഷൻസിലെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഉണ്ടാവുന്ന സിറ്റുവേഷൻസിലെ ഹൃദയത്തിന്റെ ഹൃദയധമനികളിലുള്ള രക്തയോട്ടങ്ങള് കറക്റ്റായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോൾ എന്താണ്? ഹൃദയം വർക്ക് ചെയ്യാതെ വരുന്നു. ആ ഒരു സിറ്റുവേഷൻസിൽ എന്താണ്? ആ ബ്ലോക്കേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. Then cardiac tamponade with hemodynamic compromises. Cardiac tamponade with hydrophobic compromises. എന്താണ് കാർഡിയാക് ടാമ്പോണേഡ്? കാർഡിയാക് ടാമ്പോണേഡ് നമ്മുടെ പെരികാർഡിയൽ ഫ്ലൂയിഡിലെ ഹൃദയത്തിന്റെ അകത്ത് ഹൃദയസന്ധിക്ക് ചുറ്റുമുള്ള പെരികാർഡിയൽ ഫ്ലൂയിഡ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പെരികാർഡിയൽ ഫ്ലൂയിഡ് നിറഞ്ഞു കൂടുന്ന സമയത്ത് അല്ലെ അടിഞ്ഞു കൂടുന്ന സമയത്ത് എന്താണ്? ഹൃദയത്തിൽ ഒരു കംപ്രഷൻ ഉണ്ടാവുന്ന, ഒരു ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് ഇത്? കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെരികാർഡിയൽ ദ്രാവകം അടിഞ്ഞുകൂടുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ അടിഞ്ഞുകൂടുന്ന സമയത്ത് എന്താണ്? ഹൃദയത്തിൽ ഭയങ്കര തരത്തിലൊരു കംപ്രഷൻ ഉണ്ടാവും, ഒരു ബലം ഉണ്ടാകുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നു.
അപ്പൊ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎബിൾ ടു പമ്പ് ബ്ലഡ് ടു ദ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്. അതായത് ഓർഗൻസിലേക്കും നമ്മുടെ അവയവങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റു ടിഷ്യൂസിലേക്കും എന്താണ് ബ്ലഡ് കൃത്യമായി പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബ്ലഡ് ഫ്ലോ, ബ്ലഡ് നന്നായി പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്താണ് ഈ ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. കാർഡിയാക് ടാമ്പൺ, അതായത് ഈ പെരികാർഡിയൽ ദ്രവം അടിഞ്ഞുകൂടുന്ന സമയത്താണ് ഇത്തരത്തിൽ ഹൃദയത്തിനൊരു കംപ്രഷൻ ഉണ്ടാകുന്നത്. പെരികാർഡിയൽ ദ്രവം അടിഞ്ഞുകൂടുന്ന സമയത്ത്, ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കംപ്രഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ് ഇങ്ങനെ ബ്ലഡ് മറ്റു ഓർഗൻസിലേക്കോ അല്ലെങ്കിൽ മറ്റു ടിഷ്യൂസിലേക്കോ ഒന്നും പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അൺഎബിൾ ടു പമ്പ് blood to the blood organs, to the body organs and tissues. Unable to pump blood to the body organs and tissues. മറ്റ് ബോഡി ഓർഗൻസ്, മറ്റ് അവയവങ്ങളിലേക്കും ടിഷ്യൂസിലേക്കും എന്താണ് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് വരുന്നതാണ് ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. കാർഡിയാക് കമ്പോണന്റ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? കാർഡിയാക് കമ്പോണന്റ് എന്താന്ന് മനസ്സിലായോ? അത് ഹൃദയത്തിന്റെ ചുറ്റുമുള്ള ആ ഒരു സഞ്ചികളിൽ കുറച്ച് സഞ്ചികൾ ഉണ്ടാവും അല്ലെ? ആ സഞ്ചികളിൽ എന്താണ് ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് വന്ന് അടിഞ്ഞുകൂടുന്ന ആ സമയത്ത് എന്താണ് ഹൃദയത്തിനൊരു കംപ്രഷൻ ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്താണ് ഓർഗൻസിലേക്കും മറ്റു ടിഷ്യൂസിലേക്കും ഒന്നും ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നതാണ് എന്ത് കാർഡിയാക് ടാമ്പൺ വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസസ് എന്ന് പറയുന്നത്. അത്തരം സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിന് എന്താണ് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ്, ചെസ്റ്റ് പെയിൻ അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസസ്, ബ്ലോക്കേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് ഇത്തരത്തിൽ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് അത്യാവശ്യമായി വന്നേക്കാം. എയർ ട്രാൻസ്പോർട്ട് അനുസരിച്ചിട്ട് വേണം അവരെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു എയർ ട്രാൻസ്പോർട്ട് സംവിധാനം ആവശ്യമായി വന്നേക്കാം. ഓക്കെ, മനസ്സിലായോ? Please reply. മനസ്സിലായോ പിള്ളേരെ? യെസ്, ഓക്കെ. Then cardiogenic shock, ഇതെല്ലാം കാർഡിയാക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. Cardiogenic shock in need of intra-aortic balloon pump or other assist devices. Next ഒരു സിറ്റുവേഷൻ ആണ് എന്ത് കാർഡിയോജെനിക് ഷോക്ക്. കാർഡിയോജെനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയോജെനിക് ഷോക്ക് ബ്രെയിനിലേക്കും മറ്റ് നമ്മുടെ ഓർഗൻസിലേക്കും എന്താണ് ബ്രെയിനിലേക്ക് അതുപോലെ തന്നെ വൈറ്റൽ ഓർഗൻസിലേക്ക് എന്താണ് ബ്ലഡും ഓക്സിജനും കൃത്യമായി പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്താ കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാർഡിയാക് അറസ്റ്റ് തന്നെയാണ്, കാർഡിയാക് ഷോക്ക് തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. അതിലേക്ക് വിവിധ തരത്തിലുള്ള പല തരങ്ങളാണ്, പല ടൈപ്സുകളാണ് ഈ വരുന്നത്. കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ ബ്രെയിനിലേക്കും അതുപോലെ തന്നെ മറ്റ് ഓർഗൻസിലേക്കും എന്താണ് ബ്ലഡും ഓക്സിജനും ഒക്കെ പമ്പ് ചെയ്യാൻ പറ്റാത്ത, ബ്ലഡിലുള്ള ഓക്സിജൻ ഒക്കെ പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. When your heart cannot pump, when your heart cannot pump enough blood and oxygen, when your heart ഹൃദയത്തിന് ബ്രെയിനിലേക്കും അതുപോലെ തന്നെ എന്താണ് മറ്റു ഓർഗൻസിലേക്കും ബ്ലഡും ഓക്സിജനും പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. When your heart cannot pump enough blood and oxygen to the brain and other vital organs. When your heart cannot pump enough blood and oxygen to the brain and other vital organs. When your heart cannot pump enough
blood and oxygen to the brain and other vital organs. ബ്രെയിനിലേക്കും വൈറ്റൽ ഓർഗൻസിലേക്കൊക്കെ നമ്മുടെ ഹാർട്ടിന് എന്താണ് ബ്ലഡും ഓക്സിജനും പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്ത് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അവസരത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത്? നീഡ് ഓഫ് ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ് അല്ലെ, ഹൃദയത്തിന്റെ പ്രവർത്തനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹൃദയം പിന്നീട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പുകൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ഹെൽപ്സ് ഹാൻഡ് പമ്പ് മോർ ബ്ലഡ് അല്ലെ, ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ് ഉപയോഗിക്കുന്നത്. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത്, ഇത്തരത്തിൽ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ആ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പുകൾ ഉപയോഗിക്കുന്നത്. അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് അല്ലെ, മെക്കാനിക്കൽ ഡിവൈസസ് ആണ് എറോട്ടിക് ബലൂൺ എന്ന് പറയുന്നത്. is a mechanical device that help the heart pump more blood when it cannot pump enough for its own. ഹൃദയത്തിന്റെ പ്രവർത്തനം കൃത്യമാണ്, ഹൃദയത്തിന് നന്നായ രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അത് വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിവൈസ്, മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. പമ്പ് മോർ അല്ലെ, ബ്ലഡിന്റെ പമ്പിങ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എറോട്ടിക് ബലൂൺ പമ്പ് ഉപയോഗിക്കുന്നത്. അത് ഏകദേശം ഒരു 2 സെന്റിമീറ്റർ വലുപ്പമുള്ളൊരു ചെറിയൊരു ബലൂൺ ആണത് അല്ലെ. അത് പമ്പ് ചെയ്യുന്നതനുസരിച്ച് അത് വിരിപ്പിച്ചാണ് അത് എന്ത് ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നത്. ഇതൊരു സിലിണ്ടറിക്കൽ പോളിത്തീൻ ആയിട്ടുള്ള ഒരു ബലൂൺ ആണ്. സിലിണ്ടറിക്കൽ പോളിത്തീൻ ആയ ഒരു ബലൂൺ ആണ്. ഏകദേശം 2 സെന്റിമീറ്റർ വലിപ്പമായിരിക്കും അതിന് ഉണ്ടായിരിക്കുക. 2 സെന്റിമീറ്റർ വലിപ്പമായിരിക്കും ആ ബലൂണിന് ഉണ്ടായിരിക്കുക. എറോബോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഡിക്കൽ ഡിവൈസസ് ആണ് ദാറ്റ് ഹെൽപ്പ് ഹാർട്ട് പമ്പ് മോർ ബ്ലഡ് അല്ലെ, ഹാർട്ടിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു എറോട്ടിക് ബലൂൺ പമ്പുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാർഡിയോജനിക് ഷോക്ക് എന്താണ്, എറോട്ടിക് ബലൂൺ എന്താണെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? The next situation ആണ് patient due to receive organ transplant. ഏതെങ്കിലും പേഷ്യൻസിന് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിനും എന്താണ് എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായി വരാം അല്ലെ. ഏതെങ്കിലും ഓർഗൻസ് അല്ലെങ്കിൽ എന്താണ് ഹാർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം ആവശ്യമായി വന്നേക്കാം. അതുപോലെ തന്നെ എന്താണ് അടുത്ത സിറ്റുവേഷൻ? ക്രിട്ടിക്കലി ഇൻ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജറിക്കൽ പേഷ്യൻസ്. ക്രിട്ടിക്കലി ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ എന്തെങ്കിലും സർജറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനും എന്താണ് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനും എയർ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യമായി വന്നേക്കാം. അപ്പോ ഈ 4 സിറ്റുവേഷൻസിലാണ് പ്രധാനമായിട്ടും എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായി വരുന്നത്. ആദ്യം പറഞ്ഞ എന്താണ്? ഏതെങ്കിലും ട്രോമ കണ്ടീഷൻസ് അല്ലെ, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ്, ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ. ദെൻ സ്ട്രോക്ക്. ഈ 3 കൂടാതെ തന്നെ എന്താണ് ബാക്കി വരുന്നതാണ് എന്തൊക്കെയാണ്? മറ്റ് കണ്ടീഷൻസ് ആണ് എന്ത്? ട്രോമ ആൻഡ് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ് അല്ലെ, പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ്, ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചറീസ് പറ്റിയാല്. അതുപോലെ തന്നെ മൾട്ടി സ്റ്റെം ഇഞ്ചറീസ്, ഒന്നിൽ കൂടുതൽ ഓർഗൻസിന് എന്തെങ്കിലും ഇഞ്ചറീസ് പറ്റിയാൽ. ദെൻ ക്രഷ് ഇഞ്ചറീസ്, ചതവ്, ഒടിവത്ത് തുടങ്ങിയ അമിതമായിട്ടുള്ള ഭാരമുള്ള വസ്തുക്കളും മൂലമുണ്ടാകുന്ന അപകടങ്ങൾ സംഭവിച്ചാലും ഇഞ്ചറീസ് സംഭവിച്ചാലും എന്താണ് പേഷ്യൻസിന് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം ആവശ്യമായി വന്നേക്കാം. പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രം ഉള്ള പേഷ്യൻസിന്, അതായത് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ പേഷ്യൻസിന് എന്താണ് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം ആവശ്യമായി വരാം. ദെൻ കാർഡിയാക് തമ്പോണിയുടെ വിത്ത് ഹേമോഡൈനാമിക് കോംപ്രമൈസസ്. ഇനി കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസ്, സെവറൽ കണ്ടീഷൻസ്, അതെല്ലാം തന്നെ റിലേറ്റഡ് ടു ഹാർട്ട്സ് ആണ്. ഹാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്ത്? കാർഡിയാക് ടാമ്പോണൈഡ് വിത്ത് ഹീമോഡൈനാമിക്
കോംപ്രമൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് കാർഡിയോജനിക് ഷോക്സ്, ഹാർട്ട് അറ്റാക്സുകള്, അതെന്താണ് ഇത്തരം സിറ്റുവേഷൻസിൽ അപ്പൊ ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജസ് മൂലം ഉണ്ടാകുന്ന മറ്റ് സിറ്റുവേഷൻസിലും എന്താണ് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം ഉപയോഗിച്ചിട്ട് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നേക്കാം. Then patients due to receive organ transplant, ഏതെങ്കിലും ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിന് എന്താണ് എയർ ട്രാൻസ്പോർട്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ക്രിട്ടിക്കലി ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന് എന്താണ് എയർ ട്രാൻസ്പോർട്ട് വഴിയായിരിക്കണം പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അത് എയർ ട്രാൻസ്പോർട്ടേഷൻ ക്ലിയർ ആണോ? ഏതൊക്കെ പേഷ്യൻസിനെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് കൊണ്ടുപോകുന്നതെന്ന് ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഡി, അക്കമ്പനിങ് ദ പേഷ്യൻസ്. ഇനി ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് പേഷ്യൻസിന്റെ കൂടെ ആരൊക്കെയാണ് കൂടെ പോകേണ്ടത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്? It is normally suggested to have at least 2 professional personnel accompanying with the patient should be shifted. The care needed by each patient in the course of transfer lays on the level of patient's critical care. Dependency and corresponding are divided into 4. കേട്ടോ, അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ക്രിട്ടിക്കൽ ആണോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അവരുടെ കൂടെ ഏതെങ്കിലും പ്രൊഫഷണൽസ്, 1-2 പേരോ അല്ലെങ്കിൽ ഒരു ടീം തന്നെ ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടാകേണ്ടത്. അപ്പോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊരു 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് പേഷ്യന്റിനെ മാറ്റേണ്ടത് എന്ന രീതിയിൽ. ഇപ്പൊ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇങ്ങനെ 4 കാറ്റഗറിയിലായിരിക്കും ഇതില് ഉൾപ്പെടുന്നത്. ലെവൽ 0 എന്ന് പറയുന്നത് എന്താണ്? അപ്പോ it consists of the patients who can be managed at the ward level of ward in a hospital are normally not needed to be accompanied by any specialist person. അതായത് വാർഡിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ മാറ്റുന്ന ഒരു ട്രാൻസ്ഫറിങ്. അവിടെ എന്താണ്, അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരുടെ ആവശ്യമില്ല അല്ലെ, ഏതെങ്കിലും ഒരു സ്റ്റാഫ് മാത്രം അവിടെ അസിസ്റ്റ് ചെയ്താൽ മതിയാവും പേഷ്യന്റിന്റെ കൂടെ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ഒന്നും അവിടെ കൊടുക്കേണ്ടി വരുന്നില്ല അല്ലെ. വാർഡിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്ന ഒരു നോർമൽ ട്രാൻസ്ഫറിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ലെവൽ 0 എന്താണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരും തന്നെ കൂടെ പേഷ്യന്റിന്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. കമ്പനി എന്ന് വെച്ചാൽ കൂടെ ഉണ്ടാകുന്ന കേട്ടോ. ലെവൽ 1, ലെവൽ 1 എന്താണ്, കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് who are deteriorating conditions in the course of transfer but can be managed in a acute ward setting by the support of critical care team. These usually should be accompanied by a paramedic UI trained nurse. ഇനി ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്, അത് ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള പേഷ്യൻസിനെ അല്ലെ, അതായത് പേഷ്യന്റ് ഡിറ്റോറേഷൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ നില വഷളാകുന്ന സിറ്റുവേഷൻസ് അല്ലെ. ക്രിട്ടിക്കലി നമുക്ക് എന്താണ് പ്രവചിക്കാൻ സാധിക്കില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്. അത്തരത്തിലുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് ടീം തന്നെ, കെയർ ടീം തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ സ്പെഷ്യലൈസ്ഡ് ആരൊക്കെ ഉണ്ടായിരിക്കണം, കമ്പൈൻ വിത്ത് പാരാമെഡിക് UIA ട്രെയിൻഡ് നേഴ്സ് അല്ലെ. പാരാമെഡിക് UIA ട്രെയിൻഡ് നേഴ്സ് എന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ കെയറിൽ ഏറ്റവും കൂടുതൽ പരിശീലനങ്ങൾ ലഭിച്ചിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള UA നഴ്സുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ കെയർ ടീം തന്നെ ഉണ്ടായിരിക്കണം. പാരാമെഡിക് സ്റ്റാഫുകളും ട്രെയിൻഡ് UA നഴ്സുകളും ആയിരിക്കണം. അതായത് ഈ ക്രിട്ടിക്കൽ കെയറിലായിട്ടുള്ള പേഷ്യൻസിനെ കൃത്യമായി ട്രീറ്റ് ചെയ്യുന്നതിനുള്ള പരിശീലനം ലഭിച്ച വ്യക്തികൾ, അതിൽ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പരിശീലകർ മാത്രമായിരിക്കും ലെവൽ 1 പേഷ്യൻസിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെവൽ 1 മനസ്സിലായോ? എന്താണ്, ക്രിട്ടിക്കലി കെയർ ആയിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള എന്താണ് പാരാമെഡിക്സുകളും UI ട്രെയിൻഡ് നഴ്സസും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ ഓക്കെ ലെവൽ 2 എങ്ങനെയാണ്? It consists of patients who are in need of observation or intervention for failure of single organ system and have to be
accompanied by trained and proficient personnel. എന്താണ് ലെവൽ 2 എന്ന് പറഞ്ഞാല് ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം, ഏതെങ്കിലും ഓർഗൻസ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് കിഡ്നി ഫെയിലിയറോ ഹാർട്ട് ഫെയിലിയറോ അക്യൂട്ട് ലിവർ ഫെയിലിയറോ ഏതെങ്കിലും ഫെയിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗൻസിന് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കൂടെ എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പേഴ്സൺസ് ഉണ്ടായിരിക്കണം അല്ലെ. ഏതെങ്കിലും ഓർഗൻസ് എന്താണ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരിക്കണം അവരുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള രോഗികളുടെയാണ് സിംഗിൾ ഓർഗൻ സിസ്റ്റം ഫെയിൽ ആയിട്ടുള്ള ഒരു ഓർഗൻ ഫെയിൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കൂടെ. ഇനി തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ലെവൽ 3. ലെവൽ 3 എന്താണ്? ലെവൽ 3 it consists of patients with need of advanced respiratory care. Advanced respiratory care during the transport with the support of at least 2 following organ system. എന്താണ്? രണ്ട് ഓർഗനെങ്കിലും രണ്ടോ അതിൽ കൂടുതൽ ഓർഗനെങ്കിലും എന്താണ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. ഏതെങ്കിലും രണ്ട് അവയവങ്ങൾ തകരാറിലായ പേഷ്യൻസിന്റെ കൂടെ ആരുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? Combine a competent doctor along with a nurse and paramedic. ആരൊക്കെ ഉണ്ടായിരിക്കണം? ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നഴ്സും പാരാമെഡിക് സ്റ്റാഫുകളും ആയിരിക്കണം. ഒന്നോ അതിൽ കൂടുതൽ അവയവങ്ങളില് എന്താണ് ഫെയിലിയർ സംഭവിച്ച പേഷ്യൻസ് ആണ് കൂടെയെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡോക്ടറും കോമ്പിറ്റന്റ് ആയിട്ടൊരു ഡോക്ടറും പാരാമെഡിക് സ്റ്റാഫും നഴ്സസും ഉണ്ടായിരിക്കണം. ഓക്കെ, എന്താണ് പേഷ്യൻസിന്റെ കൂടെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് പേഷ്യൻസിന്റെ കൂടെ ആള് വേണ്ടത്, ആരൊക്കെയാണ് അസിസ്റ്റ് ചെയ്യേണ്ടത്, ആരൊക്കെയാണത് ഓരോരുത്തരുടെ ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ആളുടെ എണ്ണം പറയുന്നത്. ഏതൊക്കെ പ്രൊഫഷൻസ് ആണ് ആരൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയുന്നത്. അപ്പൊ ലെവൽ 0 എന്താണ് പറയുന്നത്? ഇത് 4 കണ്ടീഷൻസ് ആണ് കേട്ടോ. ലെവൽ 0 എന്താണ്? ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ് അവിടെ സ്പെഷ്യലിസ്റ്റുകളൊന്നും ആവശ്യമില്ല അല്ലെ. ഏതെങ്കിലും ഒരു സ്റ്റാഫ് നഴ്സോ അല്ലെങ്കിൽ ഒരു അറ്റൻഡറോ മാത്രം മതിയായിരിക്കും. ഇനി ലെവൽ 1 എന്ന് പറഞ്ഞ എന്താണ്? ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ മാറ്റുന്ന സമയത്ത് എന്താണ് അവിടെ പ്രൊഫഷണൽസിന്റെ ആവശ്യമുണ്ട് അല്ലെ. പാരാമെഡിക്കൽ UA ട്രെയിൻഡ് നഴ്സ് ആയിരിക്കണം അല്ലെ. അതില് ക്രിട്ടിക്കൽ കെയറിൽ കൃത്യമായ പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ അത് മാനേജ് ചെയ്യാനായിട്ട് അത്തരത്തിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലെവൽ 2 എന്താണ്? It consists of patients who are need of observation, failure of single organ system അല്ലെ. ഏതെങ്കിലും ഓർഗൻസ് തകരാറിലായ പേഷ്യൻസ് ഹാർട്ട് ഫെയിലിയറോ ലിവർ ഫെയിലിയറോ എന്താണ് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസുകൾ തന്നെയായിരിക്കണം കൂടെ ഉണ്ടാവേണ്ടത് ലെവൽ 2 അല്ലെ. ലെവൽ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഫോളിങ് ഓർഗൻ സിസ്റ്റം അല്ലെ. 1-2 അവയവങ്ങള് എന്താണ് തകരാറിലായ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടറോ നഴ്സും പാരാമെഡിക് സ്റ്റാഫുകളോ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ, ഈ 4 ലെവൽസുകൾ മനസ്സിലായോ? പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് കൂടെ വേണ്ടതെന്ന് ക്ലിയർ ആണോ? സംശയം ഉണ്ടോ എന്തെങ്കിലും? ഏതൊക്കെ ലെവലാണുള്ളത്? ഏതൊക്കെ ലെവലാണ് പ്രധാനമായുള്ളത്? സിംഗിൾ ഓർഗൻ സിസ്റ്റത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് ഏത് ലെവലിലാണ്? സിംഗിൾ ഓർഗൻ സിസ്റ്റം ഫെയിലർ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് ഏതിലാണ്? ഏത് ലെവലിലാണ്? യെസ്, ലെവൽ 2. ലെവൽ 2 യെസ്. ക്രിട്ടിക്കൽ കെയർ ഉള്ള പേഷ്യൻസിനോ ഏത് ലെവലിലാണ്? ക്രിട്ടിക്കൽ കെയർ പേഷ്യൻസ് ലെവൽ 1. ലെവൽ 1 യെസ്. Then at least following 2 organ system, ഒന്നോ അതിൽ കൂടുതൽ അവയവങ്ങൾ തകരാറിലായ പേഷ്യൻസിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കണം?
ലെവൽ 3 ആരൊക്കെ ഉണ്ടായിരിക്കണം? ലെവൽ 3 ആരൊക്കെ ഉണ്ടായിരിക്കണം? ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്. യെസ്. ഓക്കെ. കോമ്പിറ്റന്റ് ഡോക്ടർ, നഴ്സ് വിത്ത് പാരാമെഡിക് സ്റ്റാഫ്. ഓക്കെ. Accompanying person should be aptly trained, competent and experienced, preferably should have done training. The patient transfer should have enough training, advanced cardiac life support, airway management and critical care. അതായത് ഇത്തരത്തിലുള്ള എല്ലാ പേഷ്യൻസിനെയും കൊണ്ടുപോകുന്ന സമയത്ത് കോമ്പിറ്റന്റ് ആയിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടാകേണ്ടത്. ഓക്കെ. അപ്പോ അവർക്ക് എന്താണ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അല്ലെ. എയർവേ മാനേജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെയാണ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതിനും ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നതിനും പരിശീലനം ലഭിച്ച പേഴ്സൺസ് മാത്രമായിരിക്കണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇഫ് ദ ഫിസിഷ്യൻ ഇസ് നോട്ട് അവൈലബിൾ, അതായത് ഫിസിഷ്യൻ കൂടെ ഇല്ലെങ്കിൽ, ഫിസിഷ്യൻ ഇസ് നോട്ട് അവൈലബിൾ, ഷിഫ്റ്റ് അൺസ്റ്റേബിൾ പേഷ്യന്റ്, നമ്മൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് സ്റ്റേബിൾ അല്ലാത്ത കണ്ടീഷൻ മോശമായിട്ടുള്ള പേഷ്യൻസിനെ ഫിസിഷ്യൻ ഇല്ലാതെ ഫിസിഷ്യന്റെ അഭാവത്തിൽ മാറ്റപ്പെടുന്ന സമയത്ത് എന്താണ് the provision of contacting the physician concerned by transport tram should be certainly by ready for services. ഫിസിഷ്യൻ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ അല്ലെ ഫിസിഷ്യന്റെ കൺസേണോട് കൂടി ട്രാൻസ്പോർട്ട് ട്രാം, അതായത് ട്രാൻസ്പോർട്ട് ട്രാം എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണ്. അത്തരത്തില് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമാണ് എന്ത് ട്രാൻസ്പോർട്ട് ട്രാം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു റെഡി സർവീസസ്, അത് ഫിസിഷ്യൻ കൂടി ഇല്ലാത്ത സിറ്റുവേഷൻസിൽ അവരുടെ കൺസേൺ വാങ്ങിച്ചതിന് ശേഷം ഒരു കൺസേണോട് കൂടി തന്നെ ട്രാൻസ്പോർട്ട് ട്രാം ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയുള്ള പേഷ്യൻസിനെ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ, സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസിനെ ഫിസിഷ്യൻ കൂടെ ഇല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ ഒരു ട്രാൻസ്പോർട്ട് ട്രാം ഉപയോഗിച്ചിട്ടാണ് സർവീസ്. ട്രാൻസ്പോർട്ട് ട്രാം എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്, മെഡിക്കൽ സർവീസ് ഫെസിലിറ്റിയാണ്. ഇതെന്താണ് അതില് വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ട്രാം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ സർവീസസ്, റെഡി സർവീസസ് ആണ് ആ സർവീസസ് ഉപയോഗിക്കുന്നത്. ആരില്ലാത്തൊരു സിറ്റുവേഷൻസില്, ഫിസിഷ്യൻ കൂടെ ഇല്ലാത്ത സിറ്റുവേഷൻസിലാണ് കേട്ടോ. ഓക്കെ 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 ആണോ? ക്ലിയർ ആണോ? എടുക്കുന്ന ഭാഗങ്ങൾ വായിച്ചിട്ട് പോണേ. ഓക്കെ. വേറെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? വായിക്കണോട്ടോ, നിങ്ങൾ വായിക്കാതെ പോരരുത്. ഓക്കെ ഓക്കെ. വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.